ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് റീസെല്ലിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റിയത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൊഡാൾ സിൽക്കിൻ്റെ ദുപ്പട്ട പകുതി മുക്കാലും പോയിട്ടുണ്ടായിരുന്നത് റീസെല്ലിങ് വഴിയാണ്. അത് എന്താ സംഭവം എന്നൊന്നും എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്നെ എനിക്കെന്നിട്ട് പറഞ്ഞു തരികയാണ് ചെയ്തത് കേട്ടോ. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു തന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് സംഭവം എന്നുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് അവർ ഓർഡർ എടുത്തിട്ട് അവർ നമുക്ക് അഡ്രസ്സ് അയച്ചു തരുമ്പോൾ നമ്മൾ അതിലോട്ട് അയച്ചു കൊടുക്കുക, ക്യാഷ് നമ്മൾക്ക് തരുകയും ചെയ്യും. അവരതൊന്നും എന്തെങ്കിലും മാർജിന് എടുക്കുകയും ചെയ്യും. അതാണ് റീസെല്ലിങ്. ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു സംഭവം തന്നെ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ സ്റ്റോക്ക് നമ്മളെ കയ്യിലൊന്നുമില്ല, നമ്മളത് ഓർഡർ മേടിക്കുക, പൈസ മേടിക്കുക, കൊടുക്കുക, അത്ര പണിയുള്ളൂ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൊഡാൾ സിൽക്കിൻ്റെ ദുപ്പട്ട പകുതി മുക്കാലും നമുക്ക് റീസെല്ലിങ് വഴിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നതിന് മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2000 അടുത്ത് പ്രൈസ് വരുന്ന ദുപ്പട്ടയുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് 1499 ആണ്. അപ്പോൾ 2-3 പീസും കൂടി ഇനി ബാക്കിയുള്ളൂ. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ഓർഡർ ആക്കുക കേട്ടോ. പിന്നെ നമ്മളിതിന് മുന്നേ ഒരുപാട് പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഏലയും ടോപ്പ്, ഫുൾ ലെങ്ത്ത് ഗൗണൊക്കെ കേട്ടോ. മേടിക്കാൻ താല്പര്യമുള്ളവരെന്തായാലും നിങ്ങളുടെ സൈസ് പറയുകയാണെങ്കിൽ സൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ അത് കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.